നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിൻ, ലക്ഷദ്വീപ് ജനതയുടെ മേൽ വീണ്ടും കുതിര കയറുവാണ്. ഉം. പുതിയൊരു നിയമമാണ് തേങ്ങ അതെ. ഇടാൻ വേണ്ടിയിട്ട് 24 മണിക്കൂറിന് മുമ്പ് ഉം. പെർമിഷൻ ചോദിക്കണം എന്നുള്ളത്. അതെ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതായത് സമയക്രമമുണ്ട്. ഉം. പിന്നെ വിദേശ മറ്റ് സഞ്ചാരികൾ വരുന്ന സമയത്ത് തേങ്ങ ഇടാൻ പാടില്ല. അങ്ങനെ കുറെ വിചിത്രമായ കുറെ നിയമങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കപ്പൽ വരുന്ന സമയത്ത് തേങ്ങ ഇടാൻ പാടില്ല. അങ്ങനെ കുറെ വിചിത്രമായിട്ടുള്ള കുറെ നിയമങ്ങളാണ് ഇതിനകത്ത് ഇവർ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇതിനു മുമ്പ് നമ്മൾ ലക്ഷദ്വീപിനെ കുറിച്ച് സംസാരിക്കുന്നത് അവിടുത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നൊരു വിവാദമായിരുന്നു. ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ അവിടുത്തെ അതിൻ്റെ അടുത്ത്, അതായത് ലക്ഷദ്വീപിനടുത്തൊരു പാക്ക് ബോട്ടിൽ നിന്ന് കുറച്ച് ഡ്രഗ്സ് പിടിച്ച സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് കഴിഞ്ഞ ദിവസം മറ്റേ നമ്മൾ സംസാരിച്ച പൃഥ്വിരാജുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ മലയാളികൾക്ക് അതറിയാം ആ വിഷയം എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പം ഇതുപോലെ കുറേ നിയമങ്ങൾ, കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നൊരു നിലപാടിലോട്ട് വളരെ സമീപകാലത്താണ് തോന്നുന്നത് ഇത്തരം സംഭവങ്ങളും. അതെ, എനിക്കൊന്നും ഇത് ഒരു വർഷം 1.5 വർഷം പോലും ആയിട്ടില്ല ഈ ഒരു സംഭവം ഉണ്ടായിട്ട്. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുവരെ വളരെ സമാധാനപൂർവ്വം ജീവിച്ചിരുന്ന ഒരു ജനത. അതെ, നമ്മളത് നമുക്കറിയാം. കാരണം വെച്ചാല് ഇന്ത്യയിലെ ഏറ്റവും സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു സ്ഥലമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ ജയിലുകൾ പോലും പ്രവർത്തിക്കുന്നില്ല. കാരണം പൂട്ടിപ്പോയി. കാരണം ആരും കുറ്റം ചെയ്യുന്നില്ല. കാരണം അങ്ങനെ ഒരു സ്ഥലമല്ല അത്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, വളരെ കുറച്ചു പേര് താമസിക്കുന്ന, അതെ, കുറച്ച് ആളുകൾ താമസിക്കുന്ന, മീൻപിടുത്തക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണത്. മാത്രമല്ല അത് ഒരു ട്രൈബൽ ഏരിയ ആയിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം അവിടെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നില്ല, അത് നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ഭരണഘടന അതിന് വിലക്കിയിട്ടുണ്ട്. കാരണം അത് ഇന്ത്യയിലെ 12 സ്ഥലങ്ങൾ അങ്ങനെയാണ്. അതിലൊന്നാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. മറ്റൊന്ന് നാഗാലാൻഡ്, മറ്റൊന്ന് നമ്മുടെ വേറൊരു സ്ഥലമുണ്ടല്ലോ, വേറൊരു ദ്വീപുണ്ടല്ലോ, ആൻഡമാൻ പോലെയുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ 12 സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട് അതുപോലത്തെ. അപ്പം അതിലൊന്നാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അപ്പം അവിടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് ഭരണഘടന കുറെ നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പോലീസ് രാജൊന്നും അങ്ങനെ നടപ്പാക്കാൻ പറ്റില്ല. പക്ഷെ പോലീസ് രാജ് കഴിഞ്ഞവൻ അവിടെ ഒരു നടപ്പിലാക്കാൻ കൊണ്ടുവന്നതൊക്കെയാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ലക്ഷദ്വീപ് നിവാസികൾ, അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ ഒരാൾ ജനിച്ച അവരെ ട്രൈബൽസ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പം മുസ്ലിംസ് ആണ് കൂടുതലുള്ളത്, മുസ്ലിംസ് കൂടുതലുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവരെ ട്രൈബൽസ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക പരിരക്ഷ ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പരിരക്ഷ ലക്ഷദ്വീപ് നിവാസികൾക്കും കിട്ടേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടെന്നാൽ കേന്ദ്ര സർക്കാർ കുറച്ച് നാളുകളായിട്ട് അവിടെ കുറച്ച് പദ്ധതികൾ അവർക്കുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയെങ്കിലും അവരെ ഉപദ്രവിക്കുക, അവരുടെ ഭാഗത്തൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് ഒരു ആവശ്യം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് അവർ പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും പല പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാക്കുന്നതും പല നിയമങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെയൊക്കെ ഒരു പ്രധാന കാര്യം അത് തന്നെയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു തേങ്ങ ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ചിരിക്കുകയാണ്. കാരണം ഇത്രയും വിചിത്രമായിട്ടുള്ളൊരു ഒരു നിയമമൊക്കെ ചിരിക്കാതിരിക്കാൻ വേറെ വഴിയില്ല. കാരണം വെച്ചാൽ അവർ ഈ തവണ തേങ്ങ പിടിച്ചതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ആ ഒരു നാടിന്റെ ഒരു പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് തെങ്ങാണ്. അത് ആൻഡമാനിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. അവരുടെ ഒരു പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് തെങ്ങാണ്. അപ്പം അവരവിടെ തേങ്ങ ഇടുന്നതിന് എല്ലാത്തിനും ജീവിത മാർഗമാണ്. കൂടുതൽ ആൾക്കാരും ഈ തെങ്ങ് കൃഷി, അല്ലെങ്കിൽ പിന്നെ മീൻപിടുത്തം, പിന്നെ ചിലർക്ക് ഈ ബോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ചില ജോലികൾ, അങ്ങനെയൊക്കെയാണ് അവർ കഷ്ടിച്ച് കഴിഞ്ഞു പോകുന്നൊരു ജനവിഭാഗമാണ് അവർ. അപ്പം അത് വലിയ പൈസ ഒന്നും ഇല്ലാത്തൊരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ലക്ഷദ്വീപ് നിവാസികളുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ അറിയാം. നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത, കപ്പൽ മാത്രമുള്ള ഒരു വിമാനത്താവളം, ഏതാണ്ട് ഒരു ചെറിയൊരു വിമാനത്താവളം. അതെ, ഒരു സ്ഥലം തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പം അതിനുവേണ്ടി തന്നെയാണ് ഇത്തരം അവരുടെ ജീവനോപാധികളെ ബാധിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഇത് തന്നെയാണ് കഴിഞ്ഞ തവണ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ചില പരിഷ്കാരങ്ങൾ ഉണ്ടായത്. അപ്പോൾ അവരുടെ മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഹട്ടുകൾ പൊളിച്ചു കളയുക, അവരുടെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൈകടത്തുക, അങ്ങനെ കുറേ വിഷയങ്ങളാണ് അവരവിടെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു തുടർച്ചയെന്ന് തന്നെയാണ്. അതായത് ലക്ഷദ്വീപിനെ ഇപ്പോഴും വിട്ടുകളഞ്ഞിട്ടില്ല. അവരുടെ ലക്ഷ്യത്തിൽ നിന്നും അവരുടെ അജണ്ടയിൽ നിന്നും ലക്ഷദ്വീപിനെ ഇപ്പോഴും വിട്ടുകളഞ്ഞിട്ടില്ല എന്നാണ് ഇതുകൊണ്ട് അവർ സൂചിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതിഷേധം ഉയർത്തേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ്. കാരണം ഇന്ന് ലക്ഷദ്വീപായി, നാളെ ചിലപ്പോൾ അത് കേരളമായേക്കാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളതിന്
പ്രതിഷേധം ഉയർത്തേണ്ട ഒരു ആവശ്യം ഉണ്ട്. അപ്പം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ പോലും അറിയാം അവർ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ടയുണ്ട്. അതൊരു ഹിന്ദു രാഷ്ട്രം എന്ന നിലയിലേക്കാണ് അവരതിനെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഒരു വിഷയം വീണ് കിട്ടുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചൊരു മുന്നിലെ കാര്യം. അതിനവരെന്തും ചെയ്യും. ഇപ്പം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോഴാണ് പ്രതികരിക്കുന്നത്. ഇപ്പം നമ്മളെ ആണെങ്കിൽ പോലും നമ്മളെ അഫക്ട് ചെയ്യുന്ന ഡയറക്റ്റ് അഫക്ട് ചെയ്യുന്ന ഒരു വിഷയം വരുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഇന്ത്യയിലൊരു നിയമം പാസ്സാക്കി, പട്ടാളക്കാര് ഇനി മുതൽ തൊപ്പി ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമം പാസ്സാക്കി എന്ന് പറയാം. ആരും തന്നെ പ്രതിഷേധിക്കാനൊന്നും പോകാറില്ല. കാരണം നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമല്ല, ചെറിയൊരു വിഷയമാണ്. പക്ഷെ അതേസമയം നമുക്ക് നാളെ മുതൽ നമ്മൾ ഇനി ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു നിയമം പാസ്സാക്കി നോക്കുക, എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? രണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ്. അവരുടെ ജീവിതോപാധികളെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ പ്രതിഷേധിക്കും. കാരണം വെച്ചാൽ മാത്രമല്ല, ഈ ലക്ഷദ്വീപിൽ തേങ്ങ ഇടുന്നതിനൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല. തേങ്ങ ഇടുന്നതിനൊക്കെ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. കാരണം അവർ വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. അവർ തലയിൽ ഹെൽമെറ്റ് ഒക്കെ ധരിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്നേ വരെ ലക്ഷദ്വീപിൽ തേങ്ങ തലയിൽ വീണിട്ട് ആരും മരിച്ചിട്ടില്ല, ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല ഇന്നേ വരെ. അത് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. അങ്ങനെ ഒരു അപകടം ലക്ഷദ്വീപ് സംഭവിച്ചിട്ടില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ തെങ്ങുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരപകടം അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത്. മാത്രമല്ല, അവിടുത്തെ റോഡുകളൊക്കെ നമുക്കറിയാം, വളരെ ചെറിയ റോഡുകളാണ്. ബൈക്കൊക്കെ അവിടെ പോകാറില്ല, ചെറിയ ചെറിയ വണ്ടികൾ മാത്രമേ അവർക്ക് അതിന്റെ ആവശ്യമുള്ളൂ. സൈക്കിള്, ബൈക്ക്, അങ്ങനെ ചെറിയ വണ്ടികളിലൂടെ മാത്രമാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത്തരം നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് തീർച്ചയായിട്ടും സർക്കാരിന്റെ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുക, അതായത് സർക്കാരിന്റെ അജണ്ടകൾ നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗമായിട്ടുള്ള ഇത് തന്നെയാണ്. തീർച്ചയായും സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങുന്നതാണ് അവർക്ക് നല്ലത്. എന്നുണ്ടെങ്കിൽ ഇനിയും അവർ നാണം കെടും. അത് കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെ തന്നെ ഇനിയും അവർ നാണം കെടും. ആ വിഷയത്തിൽ നിന്ന് ഇപ്പോഴും സർക്കാരിന് ഒരു നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല. അപ്പം കേരളത്തിലെ BJP ആണെങ്കിൽ പോലും അതിൽ നിന്ന് അവർക്കൊരു രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പൊ കഴിഞ്ഞ തവണ അത് അടിച്ചേൽപ്പിക്കുന്നൊരു നിലപാടിലോട്ടാണ് പോയത്. ഇത്തവണ അത് കുറച്ചുകൂടി ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പോലും അവരുടെ ഒരു അജണ്ടയിൽ നിന്ന് മാറാൻ അവർ മാറിയിട്ടില്ല. എന്തായാലും തീർച്ചയായിട്ടും ഇതിലൊരു പ്രതിഷേധം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അല്ലാതെ പറ്റില്ല. കാരണം ഇത്തരം ചെറിയ വിഷയങ്ങളിലൂടെയാണ് എല്ലാ കാലത്തും BJP പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അവരത് മാറേണ്ടി വരും അവർക്കത്.